ജേണി ഓഫ് ലവ്. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. അതെ, നിങ്ങൾ എന്തിനാ കള്ളു കുടിച്ചത്? റൂമിലെത്തിയതും ആരും കയ്യിൽ കെട്ടിയ വാച്ചഴിച്ച് വെക്കുന്ന മാഹിക്കരികിൽ വന്ന് അവനെ ദേശിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഷോ, എന്താ ചെയ്ത്? ഞാൻ നിന്നെ ഒന്ന് സ്നേഹിക്കാൻ വന്നപ്പോൾ നീ എന്താ വഴക്കിന് വരുവാണോ? ആര് തന്നെ ഇത്രയും ദിവസം കളിപ്പിച്ച് തലവെച്ച് അവളെ പിടിച്ച് വലിച്ച് തൻ്റെ മുന്നിൽ നിർത്തി മീശ പിരിച്ച് കള്ളച്ചിരിയോടെ മഹി പറഞ്ഞതും ആര് സംസാരം നിർത്തി പതറിക്കൊണ്ട് മഹിയെ നോക്കി. ഇപ്പൊ നിനക്ക് പാട്ട് പാടേണ്ടേ? എന്നെ ഉമ്മ വെക്കേണ്ടേ? ഈ ഒരു ദിവസത്തിനടി ഞാൻ കാത്തിരുന്നത്. മഹി ഷർട്ടിന്റെ ബട്ടൺസ് ഓരോന്ന് അഴിച്ച് ആരുവിന് നേരം നടന്നുകൊണ്ട് വല്ലാത്തൊരു ചിരിയോടെ പറഞ്ഞതും ആര് വിറയിലോടെ അവനെ നോക്കി. വേണ്ട വേണ്ട മഹിയേട്ട, മാറി നിൽക്ക്, എനിക്ക് പോണം. ആരും മഹിയെ നോക്കി പതറിക്കൊണ്ട് പറഞ്ഞു. ഒരിക്കലും ഇങ്ങനൊരു തിരിച്ചടി അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അതെങ്ങനെ ശരിയാകും? ഇനി ഞാനും കുറച്ച് നേരം എൻ്റെ ഭാര്യ ഒന്ന് സ്നേഹിക്കട്ടെ. അതും പറഞ്ഞ് ഓടിപ്പോകാൻ ശ്രമിച്ച ആരുവിനെ ഭിത്തിയോട് ചേർത്ത് മഹി അവളിലേക്ക് അമർന്നതും ആരും ഉമിനീരിറക്കി മഹിയെ നോക്കി. എന്തിനാ അരിശി ഇങ്ങനെ പേടിക്കുന്നത്? നിന്റെ ശൗര്യക്ക് ഇപ്പം എവിടെ പോയി? മഹി ആരുവിൻ്റെ മുഖത്തേക്ക് വീട് കിടന്ന മുടിയിഴകൾ ചെവിക്ക് പിന്നിലേക്ക് ഒതുക്കി വെച്ച് അവളെ നോക്കി കുസൃതിയോടെ ചോദിച്ചു. ആരുവിൻ്റെ ദേഹത്തേക്ക് കൂടുതൽ ചേർന്ന് നിന്നതും ആരുവിൽ വല്ലാത്ത വിറയിലും വെപ്രാളവും നിറഞ്ഞു. ആരുവിൻ്റെ വിറയിലും വെപ്രാളവും കണ്ട് മഹി മനസ്സിൽ ഊറിച്ചിരിച്ച് ആരുവിൻ്റെ മുഖത്തേക്ക് മുഖമെടുപ്പിച്ചതും ആരു വേഗം അവളുടെ ആദരങ്ങളെ വായ്ക്കുള്ളിലാക്കി പിടിച്ചു. ആരുവിൻ്റെ പ്രവൃത്തി ഇഷ്ടപ്പെടാതെ മഹി അവളുടെ കവളിലായി കടിച്ചതും വേദന കൊണ്ട് ആരു മഹിയുടെ ഷോൾഡറിൽ മുറുകെ പിടിച്ച് എരിവ് വലിച്ചു. ആ നിമിഷം തന്നെ മഹി ആരുവിൻ്റെ കീച്ചുണ്ണിനെ കടിച്ചെടുത്ത് വായിലാക്കി നുണയാൻ തുടങ്ങിയിരുന്നു. ഉയർന്നു പൊങ്ങാനാഞ്ഞ ആരുവിനെ മാഹി അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ വലിഞ്ഞു മുറുക്കി തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആവേശത്തോടെ അതിലേറെ കൊതിയോട് ആരുവിനെ ചുണ്ടിനെ നുണയാൻ തുടങ്ങിയതും മെഴിഞ്ഞു വന്ന അവളുടെ കണ്ണുകൾ പതിയെ കൂമ്പിയടഞ്ഞ് കൈകൾ മഹിയുടെ ഷോൾഡറിലും തലയിലുമായി മുറുകി. തനിക്ക് വിധിയായി കണ്ണുകളടിച്ച് തൻ്റെ ചുംബനം ആസ്വദിച്ച് തന്നോട് ചേർന്ന് നിൽക്കുന്നവളെ കാണുന്തോറും മഹിയിൽ അവളെ ചുംബിച്ചുണർത്താനുള്ള ത്വരയുന്നു. ചുംബനത്തിനിടയിൽ എപ്പോഴും ആരുവിൽ കുസൃതി കാണിച്ച് നടന്നിരുന്ന മഹിയുടെ ഇടത് കൈ ആരുവിൻ്റെ വയറിലായി മുറുകിയതും ആരു ആർദ്രനാദത്തോടെ ഉയർന്നു പൊങ്ങി മഹിയെ ചുറ്റിപ്പിടിച്ചു. നിമിഷങ്ങൾക്ക് അടിഞ്ഞു പോകുന്തോറും മഹിയുടെ കൈകളുടെയും മധുരങ്ങളുടെയും കുസൃതിയിൽ ആരു തളർന്നു ചുവരിലേക്ക് ചേർന്ന് നിന്നു. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നിയതും മഹി ആരുവിൻ്റെ അതിരങ്ങളെ മോചിപ്പിച്ച് അവളെ ചുവരോട് കൂടുതൽ ചേർത്ത് പിടിച്ച് ആരുവിൻ്റെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി. മഹിയേട്ട, മാറി നിൽക്ക്. ആരുവിൻ്റെ കഴുത്തിൽ തെളിഞ്ഞു കാണുന്ന നീലഞ്ഞരമ്പിൽ മഹിദന്തങ്ങൾ ആഴ്ത്തിയതും ആരുവിനെ തള്ളി മാറ്റാൻ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ മഹി വീണ്ടും അവിടെ പല്ലുകളായി. താൻ നൽകിയ നോവ് മാറ്റാൻ എന്നവണ്ണം അവൻ ചുണ്ടുകൾ ചേർത്ത് ചുംബിക്കാൻ തുടങ്ങിയതും പതിയെ ആരുവിൻ്റെ എതിർപ്പുകളും കുറഞ്ഞു വന്നു. തൻ്റെ ഷോൾഡറിൽ നിന്നും ടോപ്പ് മാറിപ്പോകുന്നതും അവിടെയെല്ലാം മഹിയുടെ ആദരങ്ങളും ദന്തങ്ങളും ഒഴുകി നടക്കാൻ തുടങ്ങിയതും അവനെ തള്ളി മാറ്റാൻ ബുദ്ധി പറയുന്നുണ്ടെങ്കിലും മനസ്സും ശരീരവും അതിനെ സമ്മതിക്കാത്തതുപോലെ തോന്നി ആരുവിന്. ആരുവിൻ്റെ മാറിൽ നിന്നും മഹി ടോപ്പ് വലിച്ചതായെത്തി അവളുടെ മാറിടുക്കിലായി മഹി മുഖം പൂഴ്ത്തി അമർത്തി ചുംബിച്ചതും ആരു വിറച്ചുകൊണ്ട് മഹിയെ തന്നിലേക്ക് അമക്കി പിടിച്ചു. ആരുഷി! ഡോറിൽ തട്ടിയുള്ള അനഘയുടെ വിളി കേട്ടതും ബോധം വന്നതും ആരു മഹിയെ ശക്തമായി തള്ളി മാറ്റി അവനെ തിരിഞ്ഞു പോലും നോക്കാതെ ഡ്രസ്സ് ശരിയാക്കി വേഗം പോയി വാതിൽ തുറന്നു. അനഘ കറക്റ്റ് ടൈമിലാണ് വന്ന് വിളിച്ചതെന്ന് തോന്നി. ഇല്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോയിരുന്നെന്ന് ആലോചിച്ചതും ആരുവിൻ്റെ ദേഹം ഒന്ന് വിറച്ചു. എന്താ? തന്നൊടിഞ്ഞു നോക്കി നിൽക്കുന്ന അനഘയെ കണ്ട് ആര് ശബ്ദം കടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു. നിന്നെ സീതാപ്പച്ചി വിളിക്കുന്നുണ്ട്. ആരുവിനെ കുശുമ്പോടെ നോക്കി അതും പറഞ്ഞ് അനഘ അവിടുന്ന് പോയതും ആര് മഹിയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു പോരാൻ പറ്റിയ ആശ്വാസത്തിൽ താഴേക്ക് പോയി. താഴേക്ക് വന്ന് ആര് കാണുന്നത് ഇന്ദുവിനൊപ്പം ഇരുന്ന് സംസാരിക്കുന്ന സീതയാണ്. സീതമ്മ എപ്പോൾ വന്നു? സീതയെ കണ്ട് ആര് സന്തോഷത്തോടെ അവരുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു. ഗുരുവായൂരും പറശ്ശിനിക്കടവ് പഴനി എന്നുള്ള ക്ഷേത്രങ്ങളിലേക്ക് തീർത്ഥാടന യാത്ര പോയപ്പോൾ സീതയും അവരുടെ കൂടെ പോയിരുന്നു. തങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആരുവിനെ കണ്ടതും ഇന്ദുവിൻ്റെയും സീതയുടെയും ചുണ്ടിൽ ചിരി പിരിഞ്ഞു. എന്തിനാ ചിരിക്കുന്നേ? ഇരുവരുടെയും ചിരി കണ്ട് ആരും അവരെ നോക്കി സംശയത്തിൽ ചോദിച്ചു. ഏയ്, ഒന്നുമില്ല. ആരുവിൻ്റെ ചോദ്യം കേട്ട് ഒന്നുമില്ലെന്ന രീതിയിൽ ചുമൽ കൂച്ചി കൊണ്ട് പറഞ്ഞു. അല്ല, സീതമ്മ എപ്പെത്തി? ആരു സീതയെ നോക്കി ഒരിക്കൽ കൂടി ചോദ്യം ആവർത്തിച്ചു. ഇത്തിരി നേരായി വന്നപ്പോൾ മോളെ കണ്ടില്ല, അതാ വിളിപ്പിച്ചത്. ഞാൻ വിളിപ്പിച്ചത് മോൾക്ക് ബുദ്ധിമുട്ടായോ? ആരുവിനെ നോക്കി അടക്കി ചിരിച്ചുകൊണ്ട് സീത ചോദിച്ചു. ഏയ്, എനിക്കെന്ത് ബുദ്ധിമുട്ട്? സീതമ്മ വിളിച്ചത് ആശ്വാസമായി. സീത ചോദിച്ചത് കേട്ട് ആരു ആ ഒഴുക്കിൽ പറഞ്ഞു. ആശ്വാസമായെന്നു?
സീത ചോദിച്ചപ്പോഴാണ് ആരവിന് താൻ പറഞ്ഞതിലുള്ള അബദ്ധം മനസ്സിലായത്. അത് പിന്നെ സീതമ്മ വന്നത് കണ്ടപ്പോൾ ആശ്വാസമായി, അതാ ഞാൻ ഉദ്ദേശിച്ചത്. ആര് വേഗം വായിൽ കിട്ടിയ കള്ളം പറഞ്ഞു. അല്ല സീതമ്മേ, പ്രസാദമൊന്നും കിട്ടിയില്ലേ? ആര് വിഷയം മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് ചോദിച്ചു. ദാ ഇതിലുണ്ട്, നിങ്ങൾ കഴിച്ചോ, ഞാൻ ഫ്രഷായി വരാം. സീത സെറ്റിയിലുള്ള കവറെടുത്ത് ആരുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് റൂമിലേക്ക് പോയി. വാ അമ്മേ, നമുക്കിതൊക്കെ ഒന്ന് പൊട്ടിച്ചു നോക്കാം. പ്രസാദ കവർ ഒരു കൈ കൊണ്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ച് മറുകൈ കൊണ്ട് ഇന്ദുവിനെ പിടിച്ച് വലിച്ച് എണീപ്പിച്ച് കിച്ചണിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. അത് നമുക്ക് പൊട്ടിക്കാം. അതിനു മുമ്പേ ആദ്യം എൻ്റെ മോളി മുഖത്തും കഴുത്തിലേക്കുള്ളത് തുടച്ച് കളയി. ആരുവിനെയും കൊണ്ട് വാഷ് ബേസിൻ്റെ അരികിൽ വന്നു നിന്ന് മിററിന് മുന്നിൽ കൊണ്ടുപോയി നിർത്തി അടക്കി ചിരിച്ചുകൊണ്ട് ഇന്ദു പറഞ്ഞതും മിററിലേക്ക് നോക്കി ആര് തൻ്റെ കോലം കണ്ടും ഞെട്ടി. സീമന്തരേഖയിൽ തൊട്ട സിന്ദൂരം നെറ്റിയിലാകെ പടർന്നിട്ടുണ്ട്. ഒപ്പം കഴുത്തിലും അവിടെയും ഇവിടെയും സിന്ദൂരം പറ്റിയതും തിഴുത്തതും കിടപ്പുണ്ട്. കാവിൽ വിളക്ക് വെക്കാൻ പോയപ്പോൾ തൊട്ട ഭസ്മക്കുറിയും പകുതി മാഞ്ഞ് കിടക്കുന്നുണ്ട്. കൂടെ പാറിപ്പറന്ന് കിടക്കുന്ന മുടിയും ആകെ കൂടെ പശപ്പിശക്ക് പിടിച്ച കോലും. ആര് തൻ്റെ പ്രതിബിംബം നോക്കി, പിന്നെ ജാളതിയോടെ ഇന്ദുവിനെ നോക്കി. അത് പിന്നമ്മേ മുഖം കഴുകിയപ്പോൾ പടർന്നതാകും. സിന്ദൂരം തുടച്ചു മാറ്റാൻ ശ്രമിച്ച് ഇന്ദുവിനെ നോക്കി വിളറി ചിരിച്ചുകൊണ്ട് ആര് പറഞ്ഞു. അത് നമുക്ക് മനസ്സിലായി, മോളത് കഴുകി കളഞ്ഞുപ്പാ. ആരുവിൻ്റെ കയ്യിൽ നിന്നും പ്രസാദം വാങ്ങി ചിരിയോടെ അതും പറഞ്ഞ് എന്ത് പോയതും ആര് ചമ്മി നിന്നു. അയ്യേ, എനിക്കെങ്കിലും ഇത്തിരി ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചമ്മി നിൽക്കേണ്ടി വരില്ലായിരുന്നു. ഇനി അമ്മയുടെയും സീതമ്മയുടെയും മുഖത്ത് എങ്ങനെ നോക്കും? കള്ള ചെകുത്താൻ, അങ്ങനെ കാരണം നാണം കെട്ടത് ഞാനാ. എന്താരിശി നിനക്ക് പറ്റിയത്? നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. കൺട്രോൾ യുവർ സെൽഫ് ആർഷി, ഇല്ലെങ്കിലേ നിനക്ക് തന്നെ പണിയാവുകയെ. കണ്ണാടിയിലുള്ള തൻ്റെ രൂപത്തെ നോക്കി ആര് സ്വയം പറഞ്ഞ് മുഖം കഴുകി ജാളിതിയോടെയാണെങ്കിലും ഇന്ദുവിൻ്റെ അരികിലേക്ക് പോയി. മഹിയെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആരുവിൻ്റെ മുകളിലേക്ക് പോയതേയില്ല. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആരുവിൻ്റെ അഭ്യർത്ഥന പ്രകാരം സീത പോയി വിളിച്ചുവെങ്കിലും മഹി ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ നുള്ളിപ്പെറുക്കി തിന്ന് ആരുവും ഭക്ഷണം കഴിച്ച് എണീറ്റതും സീതയുടെയും ഇന്ദുവിൻ്റെയും മുഖത്ത് അർത്ഥം വെച്ച ചിരി കണ്ട് ആരവരെ നോക്കി പല്ലളിച്ച് കാണിച്ച് വേഗം കിച്ചണിലേക്ക് പോയി. എന്താ ഇന്ന് കിടക്കണ്ടേ? അടുക്കളയിലെ ജോലി തീർത്ത് റൂമിലേക്ക് പോകും വഴി സീത സ്റ്റെയറിൻ്റെ അടുത്തായി മുകളിലേക്ക് നോക്കി പരിഭ്രമത്തോടെ നഖം കഴിച്ച് നിൽക്കുന്ന ആരുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. കിടക്കണം. ആര് സീതയെ കണ്ടും ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു. സമയം ഒത്തിരിയായി, പോയി കിടന്ന മോളെ. സീത അതും പറഞ്ഞ് റൂമിലേക്ക് പോയതും ആരുവിന് മഹിയോർത്ത് തങ്ങളുടെ റൂമിലേക്ക് പോകാൻ പേടി തോന്നി. എന്തേ? തൻ്റെ റൂമിൻ്റെ വാതിൽ തള്ളി തുറന്നു വരുന്ന ആരുവിനെ കണ്ട് ബെഡിൽ വിരിച്ചുകൊണ്ടിരുന്ന സീത അവളെ നോക്കി സംശയത്തിൽ ചോദിച്ചു. ഞാൻ ഇന്ന് എൻ്റെ സീതമ്മയുടെ കൂടെ കിടക്കുന്നത്. ആര് ഡോറ് നന്നായി അടച്ച് ലോക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞു. എന്ത് പറ്റി ഇന്ന് ഇവിടെ കിടക്കാൻ? ആര് പറഞ്ഞത് കേട്ട് സീത അവളെ നോക്കി സംശയത്തിൽ ചോദിച്ചു. എന്തോ എനിക്കിന്ന് സീതമ്മയുടെ കൂടെ കിടക്കാനൊരു ആഗ്രഹം, അതാണ് വന്ന് കിടക്കി സീതമ്മേ. ആര് ബെഡിൽ കയറി കിടന്നുകൊണ്ട് പറഞ്ഞതും സീതയെല്ലാം മനസ്സിലായെന്ന രീതിയിൽ തലയാട്ടി ലൈറ്റ് ഓഫ് ചെയ്ത് ആരുവിന് അരികിൽ വന്ന് കിടന്നുവെങ്കിലും ആരുവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കുറേ നേരം തിരിഞ്ഞും മറിഞ്ഞും കണ്ണടച്ച് കിടന്നിട്ടുമൊന്നും അവൾ ഉറക്കം തലോടിയില്ല. ഇത്രയും ദിവസം മഹിയുടെ ചൂട് പറ്റി കിടന്നുറങ്ങിയിട്ട് അവൾക്ക് അവനില്ലാതെ കിടന്നിട്ട് എന്തോ പോലെ തോന്നിയെങ്കിലും അവൻ്റെ അടുത്തേക്ക് പോകാൻ അവളുടെ മനസ്സ് ഭയപ്പെട്ടു. എന്നിട്ട് അവിടെ തന്നെ കിടന്നു. എത്ര കിടന്നിട്ടും ഉറക്കം വരാതെയായതും ഒടുക്കം എന്തും വരട്ടെ എന്ന് വിചാരിച്ച് ഉറങ്ങിക്കിടന്ന് സീതമ്മയെ ഉണർത്താതെ ആര് പതിയെ ബെഡിൽ നിന്നിറങ്ങി ശബ്ദമുണ്ടാക്കാതെ ഡോറ് തുറന്ന് പമ്മിക്കൊണ്ട് വേഗം മുകളിലേക്ക് നടന്നു. എൻ്റെ കണ്ണ, ആ ചെകുത്താൻ ഉറങ്ങിയിട്ടുണ്ടാകണേ. അവരുടെ റൂമിൻ്റെ മുന്നിലെത്തിയതും ആര് കൈകൾ കൂപ്പി പ്രാർത്ഥിച്ച് വാതിൽ തുറന്നുള്ളിലേക്ക് തലയിട്ട് നോക്കിയതും നിലാവെളിച്ചത്തിൽ ബെഡിൽ കിടക്കുന്ന മഹിയെ കണ്ട് അവൻ ഉറങ്ങിയെന്ന് ഉറപ്പിച്ച് ആരുള്ളിലേക്ക് കയറി ഡോർ ലോക്കാക്കി ബെഡിനരികിലേക്ക് നടന്നു. ഉറങ്ങുന്ന കണ്ടില്ലേ, കള്ള ചെകുത്താൻ, ഒരു കൂത്തു വെച്ചെടുക്കാ വേണ്ടത്. ആര് ബെഡിൽ കണ്ണടച്ച് കിടക്കുന്ന മഹിയെ കണ്ട് പതിയെ പെറുപുറത്ത് മഹിക്കരികിൽ അവനോട് ചേർന്ന് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പോയിട്ട് മഹിയെ ചുറ്റിപ്പിടിച്ച് കണ്ണുകളടച്ചുവെങ്കിലും തന്നെ ചുറ്റിപ്പിടിച്ച മഹിയുടെ കൈകളുടെ ചൂടിൽ അടച്ച വേഗത്തിൽ തന്നെ കണ്ണു തുറന്ന് ആര് മുഖമുയർത്തി മഹിയെ നോക്കി. മഹിയേട്ടാ, ഉറങ്ങിയില്ലേ? തന്നെ നോക്കി കിടക്കുന്ന മഹിയെ കണ്ട് ആരും ഉമിനീരിറക്കിക്കൊണ്ട് ചോദിച്ചുവെങ്കിലും മഹിയൊന്നും പറയാതെ ഒരു കൈ കൊണ്ട് ആരുവിനെ മുറുകെ ചേർത്ത് പിടിച്ച് മറുകൈ കൊണ്ട് തന്നെ നെഞ്ചിൽ കിടക്കുന്ന ആരുവിൻ്റെ ടോപ്പിൻ്റെ പിറകിൽ സിബ് വലിച്ച് താഴ്ത്തിയതും ആര് ഞെട്ടി മഹിയെ നോക്കി. എന്തീ ചെയ്യുന്നേ? കൈയെടുക്ക്.
പെട്ടെന്ന് ബോധം വന്നതുപോലെ ആരു മഹിയുടെ നെഞ്ചിൽ കിടന്ന് കുതിറിക്കൊണ്ട് പറഞ്ഞുവെങ്കിലും മഹി അതൊന്നും കാര്യമാക്കാതെ ആര്യവിന്റെ ടോപ്പ് ബലമായി അവളിൽ നിന്ന് നടത്തി മാറ്റിയതും ആരു മഹിയുടെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ പകച്ചുപോയി. മഹിയേട്ടാ വിട്ടേ, എന്തേ ചെയ്യുന്നത്? ആരു മാഹിയുടെ നെഞ്ചിൽ കിടന്ന് കുതിരിക്കൊണ്ട് പറഞ്ഞതും മാഹി തന്നെ നെഞ്ചിൽ നിന്നും ആര്യവിനെ ബെഡിലേക്ക് കിടത്തിയതും ആര് വേഗം അവിടെ കിടന്ന് പുതപ്പെടുത്ത് തൻ്റെ അർദ്ധനഗ്നമായ നെഞ്ചും മാറും മറച്ചു. അവളുടെ പ്രവൃത്തി ഇഷ്ടപ്പെടാതെ ആ പുതപ്പ് അവളിൽ നിന്നും അടത്തി മാറ്റി ആര്യവിൻ്റെ കൈകൾ ലോക്കാക്കി അവളുടെ മാറിലായി മുഖം പൂഴ്ത്തി അവളെ അമർത്തി ചുംബിച്ചതും ആര് കണ്ണുകൾ ഇറക്കിയടിച്ച് കിടന്നു. കുറച്ചു കഴിഞ്ഞിട്ടും മഹിയുടെ ഭാഗത്തു നിന്ന് യാതൊരു അനക്കവും ഇല്ലാതെ വന്നതും കണ്ണുകൾ പതിയെ തുറന്ന് നോക്കി ആര് കാണുന്നത് തൻ്റെ മാറിലായി മുഖം പൂഴ്ത്തി കിടക്കുന്ന മഹിയാണ്. മഹിയുടെ ശ്വസനത്തിൽ അവന് നിശ്വാസം നേർമയായതിൽ അവൻ ഉറങ്ങിയെന്ന് മനസ്സിലായതും ആരും അതുവരെ പിടിച്ചു വെച്ച ശ്വാസം വിട്ട് ശാന്തമായി ഉറങ്ങുന്ന മഹിയെ നോക്കി സ്നേഹത്തോടെ അവൻ്റെ മൂർധാവിൽ ചുംബിച്ച് മുടിയിൽ വിരൽ കിടത്തി തലോടിക്കൊണ്ട് കണ്ണുകളടച്ചു.